എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Six of Wands, Seven of Wands, Emperor, Two of Swords, Nine of Cups and Six of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സിക്സ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മാറ്റം വരാം. 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഫ്രീലാൻസർ ആവുന്നുണ്ടാവും, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം. മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ മാറ്റങ്ങൾ ഔദ്യോഗിക ജീവിതത്തിൽ വരുത്തുന്നുണ്ടാവും. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെ ഇപ്പോൾ ജോലിയിൽ അതായത് ഒത്തിരി സമയം, ആവശ്യത്തിൽ കൂടുതൽ സമയം, 8 hours അല്ലാതെ 12 hours ജോലിയിൽ മുഴുകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജോലിയിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ടാവാം. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്ന പരിപാടി ഇനി അങ്ങോട്ടേക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാറ്റത്തിന് നിങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു, ഇപ്പോൾ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന രീതിയിലാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം, ഒത്തിരി സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ ജോലിയിലുണ്ട്, അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് എന്തോ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് ഒത്തിരി സാധ്യതകൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെയധികം ആക്റ്റീവായിട്ടിരിക്കുന്ന പൊളിറ്റിക്സിലൊക്കെ, രാഷ്ട്രീയപരമായിട്ടൊക്കെ നല്ല സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ രീതിയിൽ പൊളിറ്റിക്സൊക്കെ ഉള്ള ഒരാളാണ്, രാഷ്ട്രീയത്തിൽ ഉള്ള ഒരാളാണ് എങ്കിൽ അതിൽ വലിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഹ്യൂമാനിറ്റേറിയൻ കോസസിന് വേണ്ടിയിട്ട്, മനുഷ്യത്വപരമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സഹകരണങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും വേറെ ആളുകൾക്ക് വേണ്ടിയിട്ട് വാങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കയ്യിൽ വയ്ക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ണടച്ച ആളുകൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ രേഖകളില്ലാതിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രേഖകൾ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ചില കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളും ഒത്തിരി വാക്സാമർത്ഥ്യം കൊണ്ട് മുന്നേറുന്ന സാഹചര്യമുണ്ട്. കലാപരമായിട്ടുള്ള വാസനയുള്ളവരും സ്റ്റേജ്, മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കുക, ഒത്തിരി സംസാരിക്കുക, ഇതിനൊക്കെ അവസരമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നേടിയ കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് മറ്റുള്ളവരോട് പറയുന്ന സാഹചര്യമാകാം. അപ്പോൾ കലാപരമായിട്ടോ സ്പോർട്സ് പരമായിട്ടോ മറ്റെന്തെങ്കിലും തലത്തിൽ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 7 of Wands എനർജി കണക്ഷൻസ് ആണ്. 7 of Wands എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിൽ തന്നെ ലോകത്തിലെല്ലാം നടക്കണമെന്നില്ല. പക്ഷേ അത് നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ അത് നിങ്ങളുടെ കൺട്രോളിലേക്ക് ആവുന്നില്ല. ഓക്കെ, മറിച്ച് നിങ്ങളത് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല എങ്കിലും നമ്മൾ അതിനനുസരിച്ച് പൊരുത്തപ്പെട്ട് പോകേണ്ടി വരും. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുക. അത് പറ്റുന്നില്ല എങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് ചില സിറ്റുവേഷൻസ് ഒരു തരത്തിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുക. കാരണം അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ ജോലിയാകാം, നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാവാം. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ പുതിയ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഫണ്ണായിട്ടുള്ളത്, സോഷ്യലി ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ സോഷ്യലി ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങളും, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കൈകൾക്കും കാലുകൾക്കും ഒക്കെ ഉള്ള
ഷോൾഡർ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ എല്ല് അതേപോലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എംപറർ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വസ്തുവകകൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ വസ്തുവകകളൊക്കെ വാങ്ങിക്കുക, പ്രോപ്പർട്ടി ഡീലിങ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും വസ്തുവകൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നേട്ടം എന്തായാലും ഉണ്ടാകുന്ന സമയമാണ്. അത് ഈ പറഞ്ഞ പോലെ സ്ഥിരം ജോലി ചെയ്യുന്നു, ജോലിയിൽ ശമ്പള വർധന, അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ളൊരു സാമ്പത്തിക നേട്ടമല്ല, മറിച്ച് നിങ്ങളെന്തോ ബിസിനസ്സോ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും, എന്തോ ബിസിനസ് വഴി സാമ്പത്തിക നേട്ടം നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മെർക്കുറി വളരെ ഫോക്കസ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഇമോഷണൽ ക്വാളിറ്റീസ്, നിങ്ങളുടെ അതായത് മാനസികമായിട്ടുള്ള പല കാര്യങ്ങളെയും നേരിടാനുള്ള നിങ്ങളുടെ കഴിവ്, അതേപോലെ കാലേക്കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള നിങ്ങളുടെ കഴിവുകൾ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, സാഹചര്യത്തിന് അനുസരിച്ചിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള സിറ്റുവേഷൻസ്, ഇതൊക്കെ നിങ്ങളെ പലതരത്തിലും ഉയരത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കംഫർട്ട് സോണിലാണത്, നിങ്ങൾ എവിടെയാണുള്ളത് അവിടെ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്കൊരിക്കലും അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറി മുന്നേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ ഉയരത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല, ആക്ഷൻ എടുക്കേണ്ടുന്ന സമയമാണ്. കൃത്യമായിട്ട് ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരം ഒരുക്കി തരുന്ന ഒരു മാസമാണ്. അപ്പോൾ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, സാമ്പത്തികമായിട്ട് നേട്ടം ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സമയമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. 2 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി കൂടുതലായിട്ട് അതായത് ജോലി പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാത്തവർ, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ, റിട്ടയർ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ വീട്ടമ്മമാർ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടച്ഛന്മാരായാലും ജോലി ഇപ്പോൾ തൽക്കാലം ചെയ്യാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു സുരക്ഷിതത്വം തോന്നുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിലും കുറച്ച് പൈസ വേണം, കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നടത്താനെങ്കിലും എന്നുള്ളൊരു ചിന്ത അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്, അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു അത് വേണോ വേണ്ടയോ, അത് ഇപ്പോൾ വേണോ എപ്പോൾ വേണം, ഇതൊക്കെ ആലോചിച്ച് സമയം കളഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകില്ല. ചെറിയ രീതിയിലൊരു മുതൽ മുടക്ക് ആവശ്യമായി വരും. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ തുടങ്ങാവുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് മുന്നോട്ടേക്ക് പോകാം. നോക്കിയിരുന്ന ഒന്നും നടക്കില്ല എന്നുള്ളത് എടുത്ത് പറയുന്നു. 9 ഓഫ് കപ്സ് എനർജിയാണ്, ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇത് നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പിന്നെയും മുന്നോട്ടേക്ക് പോകാതെ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ചില കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സ്റ്റക്കാണ്, അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുകയും അതവിടെ നിർത്തി പുതിയ കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് പോവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാം. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്നൊരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന്, നിങ്ങളുടെ കഴിവ് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് അവസരം തരുന്നു എന്നുള്ള സമയമായിട്ട് കണ്ടാൽ മതി. പിന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ദുബായിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ, ചില രാജ്യങ്ങളിൽ നിങ്ങൾ പൈസ കൊടുത്ത് ഏജൻസി വഴി പോകുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏജൻസിയുടെ സഹായം ഇല്ലാതെ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ അതും ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. കാരണം നിങ്ങളുടെ ഏത് രാജ്യങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ റൂൾസ് കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് സ്വയം ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാം, സ്വയം ചെയ്യാൻ പറ്റുമെങ്കിലും കൂടുതൽ ആളുകളും സ്വന്തമായിട്ടൊന്നും ചെയ്യാറില്ല, എല്ലാം ഏജൻസി ഏൽപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. ചില രാജ്യങ്ങളിലെ ഏജൻസി തന്നെ അത് നിങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവരത് ചെയ്യുന്നത്. നിങ്ങൾ എന്നുള്ള രീതിയിൽ
പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, അനാവശ്യമായിട്ട് വെറുതെ കാശ് കളയുന്നു. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാശ് കളയൽ ഒഴിവാക്കുക, സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.